ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷം ഏകദേശം 2-3 ആഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വീക്ക്ലി അനാലിസിസ് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാനിന്ന് തിരിച്ച് ഇപ്പോൾ കുവൈറ്റിലെത്തി. നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് വീക്ക്ലി അനാലിസിസ് വളരെ വിപുലമായിട്ടങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ മാർക്കറ്റ് ഏത് ദിശയിലേക്കായിരിക്കും നീങ്ങുക, അല്ലെങ്കിൽ ഏത് റേഞ്ചിലായിരിക്കുമെന്ന് നമുക്ക് വളരെ കൂലങ്കഷമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഇൻട്രാഡേ ബേസിസിൽ നമുക്കൊരിക്കലും ഒരു പ്രഡിക്ഷൻ ഒരിക്കലും സാധ്യമല്ല. കാരണം മാർക്കറ്റ് വയലൻ്റായിട്ട് മൂവ് ചെയ്യും. ഇപ്പം 400, 500, 600, 700 ഒക്കെ പോയിൻ്റാണ് നിഫ്റ്റി ഇപ്പം മൂവ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ 100, 150, 200 പോയിൻ്റൊക്കെ പോകുന്ന സ്ഥാനത്ത് ഇപ്പം മിനിമം 300, 400, 500 പോയിൻ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പക്ഷേ നമ്മുടെ കയ്യിലത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടസാധ്യത, ചിലപ്പം നമുക്ക് ലോട്ടറി പോലെ ലാഭം കിട്ടിയിരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രേഡ് മാനേജ് ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സമയങ്ങളിൽ. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അറിയാം, ഈ താരിഫിൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നതാണ് എല്ലാവരും വളരെ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്തിൽ പെട്ടുപോകുന്നത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഈ ട്രേഡ് വാർ, താരിഫിൻ്റെ യുദ്ധം തുടങ്ങുന്ന അന്ന് മുതലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യു എസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മദർ മാർക്കറ്റാണ്. വേൾഡിലുള്ള എല്ലാ മാർക്കറ്റുകളുടെയും മദർ മാർക്കറ്റാണ് യു എസ് മാർക്കറ്റ്. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള മാർക്കറ്റുകൾ എന്തായാലും അത് ചിലയിടത്ത് സിവിയറായിട്ട് ബാധിക്കും, ചിലയിടത്ത് വളരെ മൈനറായിട്ട് ബാധിക്കും. എന്തായാലും ബാധിക്കും എന്നുള്ള കാര്യത്തിന് അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പം പ്രത്യേകിച്ച് അമേരിക്കയിലൊരു കാര്യം പറയുമ്പോൾ, അവിടെ പൊളിറ്റീഷ്യൻസിന് ബിസിനസ്സും കൂടെ ചെയ്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഒരു കണ്ടീഷനാണ് അവിടെ അമേരിക്കയിലുള്ളത്. നമുക്കവിടെ ഇത് പറ്റത്തില്ല. നമുക്കൊരു വേറൊരു ജോലി ചെയ്തുകൊണ്ട്, ഒരു ബിസിനസ് ചെയ്തുകൊണ്ട്, ഒരു മന്ത്രിയായിട്ടോ ഒന്നും ഇരിക്കാൻ നമുക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാധിക്കത്തില്ല. പക്ഷെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഒരു ബിസിനസ്മാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന് എപ്പോഴും ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനൊരു പോസിറ്റീവ് സംഭവം അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭരിക്കുന്നവർക്ക് തന്നെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള വഴി അവരുടെ മുന്നിൽ ധാരാളമുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഇപ്പം എലോൺ മസ്കിൻ്റെ ടെസ്ല ആണെന്നുണ്ടെങ്കിൽ ഈ താരിഫിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഡ്രാസ്റ്റിക്കായിട്ട് താഴെ പോയി, അല്ലേ? 10, 20, 25% താഴെ പോയി. പക്ഷേങ്കിൽ ഇപ്പം ഈ താരിഫിൻ്റെ ഈ പ്രശ്നം പറ്റി അങ്ങനെ. അപ്പോൾ അന്നേരം ട്രംപ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇത് ബൈ ടൈമാണ്, വാങ്ങിക്കാനുള്ള സമയമാണ് എന്ന് ട്രംപ് പറയുകയും ചെയ്തു. പക്ഷേ അതാരും അത്ര മൈൻഡ് ചെയ്തില്ല. അപ്പം വീഴുന്ന മാർക്കറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞൊരു പൊടിക്കൈ ആണ് എന്നാണ് ആൾക്കാരെല്ലാവരും ധരിച്ചത്. അപ്പം മാർക്കറ്റ് ഭയങ്കരമായിട്ട് 2000, 3000, 4000 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് ഒരു ദിവസം 3000 പോയിൻ്റൊക്കെ വീഴുക എന്ന് കണ്ടപ്പം മാർക്കറ്റ് പൊട്ടി അല്ലെങ്കിൽ വേറെ റെസഷനിലോട്ട് പോകുന്നു എന്നൊക്കെ ധരിച്ച് ആൾക്കാർ മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു, അല്ലേ? പക്ഷേങ്കിൽ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത് പിന്നത്തെ സ്റ്റോറികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അല്ലേ? അപ്പം ഈ 90 ഡേ ഈ താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പോസ് ഉണ്ടാകുമോ, ഇതൊന്ന് താൽക്കാലികമായി മരവിപ്പിക്കുമോ എന്ന് പലരും ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ല, അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അങ്ങനെ ഒരു റൂമർ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. പക്ഷേങ്കിൽ അത് വൈറ്റ് ഹൗസ് ഡിനൈ ചെയ്തു, അങ്ങനൊരു പ്ലാനേ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ മാർക്കറ്റ് ഒരു ബോട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ ഇത് 90 ഡേയ്സിലേക്ക് പോസ് ചെയ്തു. ആലോചിച്ച് നോക്കണം, ഇവരൊക്കെ വലിയ ബിസിനസ്മാരാണ്, ഇവരുടെ കയ്യിൽ അവർക്ക് ഹോൾഡിംഗ് ഉള്ള കമ്പനികളുണ്ട്,
എലോൺ മസ്ക് കൂടെ നിൽക്കുന്ന എലോൺ മസ്കിന് കമ്പനിയുണ്ട്, അവർക്ക് അവരുടെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിലുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കി, ഇവരിപ്പോൾ 90 ഡേയ്സ് പോസ് പ്രഖ്യാപിക്കാൻ പോകുകയാണെന്നുള്ള അവർക്ക് ഓൾറെഡി അറിയാം. മസ്കിന് ഇപ്പോൾ ഓൾറെഡി അറിയാം ഇല്ലേ, ഇങ്ങനെ സംഭവം ഇങ്ങനെ ഓൾറെഡി 90 ഡേയ്സ് പോസ് ചെയ്യാൻ പോകുകയാണെന്നുള്ളത് മസ്കിനറിയാം. എലോൺ മസ്കിൻ്റെ കമ്പനിക്കും ഷെയർ ഹോൾഡിംഗ് ഉള്ള അവർക്കും അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇവർ താഴെ നിന്ന് ധാരാളം ഷെയറുകൾ വാങ്ങിക്കൂട്ടി കാണും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പൊസിഷൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് കാണും. ഒരു ദിവസം ഈ 90 ഡേയ്സ് പോസ് വന്നപ്പോഴത്തേക്കും ടെസ്ലയൊക്കെ എത്ര 20% മുകളിലാണ് ഒറ്റ ദിവസം കൊണ്ട് മേലോട്ട് കയറിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ലാഭം, ബില്യൺ ഡോളറുകളാണ് ഇവർക്കൊക്കെ ലാഭം കിട്ടിയത്. പക്ഷേ ഇതിനിടയിൽ ഈയാമ്പാറ്റകളായ റീറ്റെയിലേഴ്സ് എന്ത് സംഭവിച്ചു? ഒന്നുകിൽ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ഹ്യൂജായിട്ട് ലോസ് വന്നു. അപ്പം ഇതിനകത്തിൽ എങ്ങനെ പോയാലും ലാഭം ഉണ്ടാക്കുന്ന ആരാണ്? വലിയ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾക്ക് മാർക്കറ്റിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ് ഇല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ അപ്പകഷ്ണങ്ങൾ കഴിച്ച് നമ്മൾ തൃപ്തരാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കളികൾക്ക് നിൽക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മുടെ ന്യായത്തിൻ്റെ പ്രസക്തി ഇല്ലേ. അപ്പോൾ നമ്മൾ ന്യായമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തെല്ലാം താൽക്കാലികമാണ് ഇല്ലേ, ഒരു പീരീഡ് ിലേക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവം. കുറേ കഴിയുമ്പോൾ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും. അപ്പം എന്നും മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. മാർക്കറ്റ് എങ്ങോട്ട് വേണേൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ എനിക്ക് അത്രയും ഹോൾഡ് ചെയ്തിരുന്നു അത്ര ലാഭം ഉണ്ടായി പോയേനെയും എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് കൂട്ടാം. പക്ഷേ നമുക്ക് സ്ഥിരമായി മാർക്കറ്റിൽ നിന്ന് പഴിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ന്യായം പാലിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ കൃത്യമായി ലോസൊന്നും ചെയ്യാതെ കൃത്യമായി എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിൽ പോകാൻ വഴി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സംസാരിച്ച് ഞാനിങ്ങനെ നിങ്ങളുടെ സമയം കൊല്ലുന്നില്ല. നമുക്ക് ചാർട്ടിലോട്ട് വരാം. നമുക്ക് വളരെ കൂലങ്കഷമായിട്ട് നമുക്ക് വളരെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് അഴിച്ചു പറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയല്ല, അതിൻ്റെ 2 ആഴ്ചക്ക് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഇല്ലേ, 23,850 ഒരു ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെങ്കിലും മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ഒരു മുകളിലോട്ടൊരു അപ്സൈഡിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നത് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത് 23,500 23,500 മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് നമ്മൾ വരച്ച അതേ ലൈനിലാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് 23,850 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി ഇവിടെ ഒരു ഫർദർ എന്താണ് സംഭവിക്കുന്നുള്ളത് നമ്മൾ വളരെയധികം നോക്കിക്കാണും. കാരണം ഇവിടെ ഒരു ടോപ്പ്, ഒരു ട്രിപ്പിൾ ടോപ്പ്, റീസെൻ്റ്ലി ഒരു ട്രിപ്പിൾ ടോപ്പ് ഇവിടെ ഫോം ചെയ്തു. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ട്രിപ്പിൾ ടോപ്പിനെ നമ്മൾ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലുള്ള വയലൻ്റ് മൂവുകൾ ഇങ്ങനെ ചാർട്ടിനകത്ത് കാണുന്ന ടോപ്പുകളൊന്നും അല്ലെ ബോട്ടം അതൊന്നും വർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗമായി ഇവിടെ എന്തെങ്കിലും മാർക്കറ്റ് ഈ ഏരിയയിലെങ്ങാനും വന്നാൽ, ഇങ്ങനൊരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ വാച്ച് ചെയ്തതിന് ശേഷം ഫർദർ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന നോക്കി അതിനനുസരിച്ച് വേണം നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പം വീക്കിലി ഡെയിലി ബേസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഈ ഏരിയയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഡൗ ജോൺസ് 527 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 527 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതുപോലെ നാസ്ഡാക്കും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ചെറിയ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഫ്ലാറ്റ് എന്ന് പറയാം. ഓക്കെ, പക്ഷേങ്കിൽ ഡൗ ജോൺസ് 527 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പക്ഷെങ്കിൽ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയെ
ഗിഫ്റ്റ് നിഫ്റ്റിയെ ഇത് ബാധിച്ചിട്ടില്ല. ഇങ്ങനൊരു ഈ 500 പോയിൻ്റ് ഡൗൺ വന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയെ ബാധിച്ചിട്ടില്ല. ഈ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് 23,900. അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരിക്കലും വന്നിട്ടില്ല. നമ്മൾ ആ പറഞ്ഞ ട്രിപ്പിൾ ടോപ്പിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി തിങ്കളാഴ്ച നമുക്ക് വെരി ക്രൂഷ്യലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്ന് നമുക്കൊരിക്കലും നിലവിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നാളെ തിങ്കളാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ ടോപ്പ് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിച്ച് റിവേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ അപ്പം തിങ്കളാഴ്ച രാവിലത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തിങ്കളാഴ്ച രാവിലെ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു പിക്ചർ കിട്ടത്തുള്ളൂ. നിലവിലെ സിനാരിയോ അനുസരിച്ച് നമ്മളുടെ ഡൗ ജോൺസ് ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. അപ്പം അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തിങ്കളാഴ്ച രാവിലെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ മിഡ് നൈറ്റ് ആകുമ്പോൾ ഓപ്പൺ ആകും. ആ സമയത്ത് ഫ്യൂച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പം 4 മണിയല്ല, നമ്മുടെ നാട്ടിലെ എനിക്ക് 6:30 തോന്നുന്നു, 6:30 ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കി അടിസ്ഥാനമാക്കി മാത്രമേ നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള ചലനം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്ഷനിൽ എഴുതിയത് മുന്നോട്ടുള്ള വഴി ദുർഘടം നിറഞ്ഞ വഴിയാണ്, മുന്നോട്ടുള്ള യാത്ര സുഗമമാകുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ 2 ഓപ്ഷൻ സെല്ലിങ് ക്ലാസ്സിനകത്തിൽ 2 സെറ്റ് ട്രേഡ് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് നമ്മൾ എത്രയാണ് 24,500 പിന്നെ മറ്റേ താഴെ സൈഡിൽ 22,000 അല്ലേ, 22,000 24,500 2 സ്ട്രൈക്ക് നമ്മൾ സ്ട്രാങ്കിളായിട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. നമ്മൾ മാർക്കറ്റ് ഇതിനിടയ്ക്ക് ക്ലോസ് ചെയ്യാനാണ്, ഈ എക്സ്പയറിയിൽ ഇതിനിടയ്ക്ക് ക്ലോസ് ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു ഇല്ലേ. അപ്പം അതിനിടയിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻ്റായിട്ട് മൂവ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അങ്ങനെ ഒരു സിനാരി വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ വേറൊരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും. എങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഈ മാസം നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ 22,000 24,500 ഇടയിൽ ഈ എക്സ്പയറി ക്ലോസ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പം ഓപ്ഷൻ സെല്ലിംഗ് ക്ലാസ്സിലാണെങ്കിൽ വളരെ വിശദമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പം അത് പോട്ടെ, നമ്മുടെ ഇതിൻ്റെ പാട്ടല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ കൂട്ടുകാർക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകും നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന കാര്യം വളരെ പാടാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതായിരിക്കും അടുത്ത നെക്സ്റ്റ് ലെവൽ. ഈ സംഭവം ഇതായിരിക്കും നെക്സ്റ്റ് ലെവൽ. നിങ്ങൾക്ക് കണ്ടാൽ പ്രത്യേകം തോന്നത്തില്ല, പക്ഷേങ്കിൽ 24,172, അതായത് പല പ്രാവശ്യം മാർക്കറ്റ് ഈ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത് നോക്കിക്കേ, ഇവിടെ ധാരാളം പ്രാവശ്യം, ഇവിടെ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,851 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ്, അതായത് ഒരു പോസിറ്റീവ് ക്ലോസിങ് അടുത്ത ദിവസം തിങ്കളാഴ്ച കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ 24,000 കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ മുകളിൽ നിലനിന്നാൽ തിങ്കളാഴ്ചയും കൂടെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ നിലനിൽക്കുകയാണ്, 23,850 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ 24,000 കടന്ന് 24,000 സൈക്കോളജി സപ്പോർട്ടാണ്. അതിനുശേഷം 24,024 സൈക്കോളജി സപ്പോർട്ടാണ്. സൈക്കോളജിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. 24,172 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതും കടന്ന് വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് നോക്കാനുള്ളത് 24,800 അതുകൂടെ നമുക്കൊന്ന് വരച്ചിട്ടേക്കാം. 24,800, അതായത് ഈ റെസിസ്റ്റൻസ് ആണ് 24,800. ഇനി വരയ്ക്കുന്നത് നോക്കിക്കേ, കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് 24,800 തന്നെ മാർക്ക് ചെയ്തിട്ടേക്കാം. 24,800 അതാണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 24,800 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പല പ്രാവശ്യം മാർക്കറ്റ്
നമുക്ക് പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഇത് ഈ രണ്ട് ടാർഗറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വരെ 24,800 വരെ അടുത്ത ആഴ്ച മാർക്കറ്റ് പോകാനുള്ള സാധ്യത, മുകളിലോട്ട് പോയാൽ 24,800 വരെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം പോവുകയാണെന്നുണ്ടെങ്കിൽ 25,000 നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട്. 25,000 സൈക്കോളജി നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. 25,000 ഓക്കെ, ഞാൻ വരയ്ക്കുന്നില്ല. 25,000 വേണമെങ്കിൽ നമുക്കൊരു ഇതായിട്ട് വരച്ചിട്ടേക്കാം. 25,000 സൈക്കോളജി ആയിട്ട് നമുക്ക് വരച്ചിട്ടേക്കാം. അപ്പം നേരെ ചോദിക്കുക എന്തുകൊണ്ടെങ്കിലും 25,000 ഒക്കെ വരച്ചെന്നൊക്കെ ചോദിക്കാം, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 24,800 നമ്മൾ വരച്ചിട്ടേക്കുന്നത്. 25,000 അതോടെ ഒരു വലിയ കനത്തിലവിടെ കിടന്നോട്ടെ. ഓക്കെ, 25,000 കൂടെ മാർക്കറ്റ്. അപ്പോൾ 25,000 ഏറ്റവും മാക്സിമം പോകാനുള്ളത്. ഓക്കെ, ഞാൻ വളരെ ശാന്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ശാന്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ 25,000 നമുക്കിവിടെ വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച മാർക്കറ്റ് സഞ്ചരിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ വരികയാണ്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റി അത്രയ്ക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിയുടെ റിസൾട്ട് വന്നു. ഓക്കെ, നിഫ്റ്റിയിലെ ഏറ്റവും വലിയ ഒരു വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇൻഫി. ഓക്കെ, പക്ഷേ ഇൻഫിയുടെ റിസൾട്ട് വളരെ മോശമാണ്. അപ്പോൾ ഇൻഫിയുടെ റിസൾട്ട് അങ്ങനെ മോശമായതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള IT സ്റ്റോക്കുകളും അതുപോലെ തന്നെ പെർഫോം. കാരണം ഇൻഫിയുടെ റിസൾട്ട് മോശമായതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം, മാർക്കറ്റിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിയുടെ റിസൾട്ട് മോശമായതുകൊണ്ട് ബാക്കിയുള്ള IT കമ്പനികളുടെയും റിസൾട്ട് മോശമാകാനുള്ള സാധ്യത മാർക്കറ്റിൽ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അതായത് മാർക്കറ്റ് അങ്ങനെ കരുതും. ഇൻഫി ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് IT സെക്ടറിലെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മോശമായതുകൊണ്ട് മറ്റുള്ള കമ്പനികളും മോശം റിസൾട്ട് വരാനാണ് സാധ്യത കൂടുതൽ ഉള്ള ധാരണയിൽ IT സെക്ടർ ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ, നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അതുപോലെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം IT സെക്ടർ എങ്ങോട്ട് പോകുന്നു, പ്രത്യേകിച്ച് ഇൻഫിയും TCSും എങ്ങോട്ട് പോകുന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ താഴോട്ട് നമ്മൾ വരച്ചിട്ടില്ല, താഴോട്ട് വരയ്ക്കാനൊന്നും ഇല്ല, ഓൾറെഡി നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് 22,707 നെക്സ്റ്റ് വീക്കിലേക്ക്. നമുക്ക് ഒരെണ്ണം കൂടെ, ഒരു ബോട്ടം കൂടെ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ ഇത് നമുക്ക് വേണമെന്ന് വരച്ചിട്ടേക്കാം. നോക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ഈ വരയ്ക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അരുതാഴിക തോന്നാൻ സാധ്യതയുണ്ട്. ഇതെന്തോ പലയിടത്തും കയറി ഇറങ്ങിയൊക്കെ വരയ്ക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ധാരണ തോന്നാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും എന്താ നോക്കിക്കേ, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അല്ലേ? ഇവിടെ പല പ്രാവശ്യം വിക്കുകൾ ധാരാളമുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ 2-3 പ്രാവശ്യം വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 23,280 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 23,851. അങ്ങനെയാണെങ്കിൽ 23,280 ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ വേറെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ 5 മിനിറ്റിലൂടെ 15 മിനിറ്റിലൂടെ നമുക്ക് മാറ്റി നോക്കാം. കറക്റ്റായിട്ട് ഒന്നുകൂടെ കിട്ടും. താഴോട്ടൊരു ബോട്ടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റിലൂടെ മാറ്റി നോക്കാം. ഓൾറെഡി ഞാൻ 22,707 ഞാൻ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ഇവിടെ 22,222 ഇപ്പം നിലയ്ക്കുന്നത് 22,837 22,280 നമ്മൾ ഒരെണ്ണം വരച്ചു. ഓക്കെ, അടുത്തത് 22,707 ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇനി കൂടുതൽ വരയ്ക്കേണ്ട കാര്യമില്ല. 22,707 കിടപ്പുണ്ട്, 21,281 കിടപ്പുണ്ട്. ഇത്രയും മതി, ധാരാളമാണ്. ഓക്കെ,
അപ്പോൾ ഇത് നിങ്ങളുടെ ചാർട്ടിനകത്തിൽ നിങ്ങളിത് വരച്ചിടാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വരച്ചിട്ട ലെവലുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വരച്ചിട്ടിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ അവിടെ നിന്ന് നടക്കുന്നുള്ളത് നിങ്ങൾ ശരിക്കും ആലോചിക്കുക. നമുക്ക് അടുത്ത ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് വരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയെ പറ്റി പറയാൻ. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ എത്തി. നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട. ഓക്കെ, നമുക്കിത് മൊത്തം കളയാം. നമുക്കിതൊന്നും വേണ്ട. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിതൊന്നും വേണ്ട. എല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ഇത് ഡേ വൈസിലുള്ള ഗ്യാൻ. ഓക്കെ, നമുക്കിനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് എത്തി. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇതാണ്. എത്രയാണ്? 54,473 ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ. വലുതാക്കിയിട്ടേക്ക്. ഓക്കെ, അപ്പം മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ ഇത് പൊട്ടിക്കുന്നുണ്ടോ നോക്കുക. ബാങ്ക് നിഫ്റ്റി നാളെ ചിലപ്പം ഒരു പക്ഷെങ്കിൽ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് അപ്പോഴുകൂടെ മാർക്കറ്റ് ഇതിനെ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളത് ശരിക്കും വാച്ച് ചെയ്യുക. 54,473 അല്ല 54,500. ഓക്കെ, ഈ 54,500 എന്ന് പറയുന്നത് നമുക്കൊരു ക്രൂഷ്യൽ ലെവലാണ്. ഈ 54,500 മുകളിൽ 54,500 മുകളിൽ, അതായത് കറക്റ്റായിട്ട് പറയുന്നത് 54,473, ഇതിന് മുകളിൽ നാളെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഫർദർ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അല്ല ഇനി ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ഒരു ഓൾ ടൈം ഹൈ വന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതാണ്. ഈ രണ്ടാമതും വീണ്ടും ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം ഇത് അപ്രോച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയാം. ഇത് ടോപ്പ് കണക്ക് കൂട്ടണ്ട, ഒരു ഡബിൾ ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ടോപ്പിൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 53,471 ഈ 51,473 താഴെ അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു സോൺ വേണേൽ വരയ്ക്കാം. ഒരു ചെറിയ സോൺ വേണേൽ വരച്ച് നോക്കാം. ഈ ഒരു സോൺ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഒരു സോൺ ഓക്കെ, ഇത് ഒരു ക്രൂഷ്യൽ സോണാണ്. ഈ സോണിന് താഴെ പോയാൽ ഫർദറായിട്ട് ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനി 1-2 കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ളൊരു കാര്യം, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സമയം ഇച്ചിരി കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്താ ഞാൻ പറയാം. ഇത് ചിലപ്പോൾ അടുത്ത 1 മാസത്തേക്കൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി HDFC ബാങ്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. HDFC ബാങ്ക് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, ഓൾ ടൈം ഹൈ ആണ് HDFC ബാങ്ക്. ഓക്കെ, അത് ബ്രേക്ക് ഔട്ട് നടത്തി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഞാൻ ഓൾറെഡി ഒരു സംഭവം വരച്ചിട്ടിട്ടുണ്ട്. സപ്പോസ് HDFC ബാങ്ക് മുകളിലോട്ട് പോയാൽ ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യും. ഈ ട്രെൻഡ് ലൈൻ തട്ടി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് HDFC ബാങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഈ 1880 വളരെ ക്രൂഷ്യലാണ്. ഈ 1880 പൊട്ടിച്ച് താഴെ ക്ലോസ് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിന് താഴെ ക്ലോസിങ് കിട്ടി, 1880 താഴെ ക്ലോസിങ് കിട്ടില്ല. ഇപ്പം നിലവിൽ 1906 ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം കോട്ടക് ബാങ്കും ഈ പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ എന്ന് പറയാൻ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് 52 വീക്ക് ഹൈ ആണ്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ പോയിന്റ് 2253 ഓൾ ടൈം ഹൈ. ഓക്കെ, അവിടെ എത്തിയില്ല. പക്ഷെങ്കിൽ ഈ പറയുന്ന ഈ 22,223 പറഞ്ഞൊരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഒരു പക്ഷേ ചിലപ്പം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, 22,253 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ റാലി
നമുക്ക് കോട്ടക് ബാങ്കിനകത്ത് കാണാം. കാരണം അനലിസ്റ്റുകളൊക്കെ നല്ല റേറ്റിംഗ് ആണ് കോട്ടക് ബാങ്കിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ റാലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2253 പൊട്ടി മാർക്കറ്റ് മുകളിൽ അവിടെ ക്ലോസ് ചെയ്യണം. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്ക് 2253 മുകളിൽ കോട്ടക് ബാങ്ക് ക്ലോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ മുകളോട്ടുള്ള റാലി പ്രതീക്ഷിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. അതുപോലെ തന്നെ ICICI ബാങ്ക് ബാങ്കും ഈ പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, കണ്ടോ, ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതാണ് അവിടെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ പോയാൽ, ഇതിന് താഴെ മാർക്കറ്റ് 1372 താഴെ ഡേ ക്യാൻഡിൽ ICICIക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവിടെയും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ICICI ബാങ്ക് നല്ല ഫുൾ സ്ട്രെങ്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡേ ക്യാൻഡിൽ നല്ല പവർഫുൾ ക്യാൻഡിലാണ്, പവർഫുൾ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടോ ICICI ബാങ്കിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല തിരിച്ച് താഴോട്ട് വന്ന് 1372 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരും. ഇല്ല ഇതിന് മുകളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ റീടെസ്റ്റ് ഇവിടെ 1372 റീടെസ്റ്റ് വന്ന് തിരിച്ച് മേലോട്ട് കയറി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവർ HDFCയെയും ICICIയെയും കോട്ടക്കിനെ, ഈ 3 ബാങ്കിനെ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അവരുടെ ആക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള പോക്ക്. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ IT സെക്ടറിനെ ശ്രദ്ധിക്കുക, റിലയൻസിനെ ശ്രദ്ധിക്കുക. അവരെങ്ങോട്ട്, റിലയൻസിനെ പറ്റി വളരെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. തലമുറ കൈമാറ്റം വരുമ്പോൾ വളരെ പിന്നോട്ടടിക്കുമെന്നൊക്കെ ഉള്ളത് യൂട്യൂബിൽ കറങ്ങുന്നുണ്ട്. എനിവേ വാച്ച് ചെയ്യുക, പ്രത്യേകിച്ച് നിങ്ങൾ IT വാച്ച് ചെയ്യുക. IT സെക്ടർ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം റിസൾട്ടുകളൊക്കെ മോശമാണ്, താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇതൊക്കെ വെച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ചുമ്മാതെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രം കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യില്ല. അതിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളുടെ നിലവാരം കൂടെ നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ട്രേഡ് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് മിഡ് ക്യാപ്പിനെ നോക്കാം. മിഡ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പെർഫോം ചെയ്തതുപോലെ മിഡ് ക്യാപ്പ് പെർഫോം ചെയ്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം മിഡ് ക്യാപ്പിൽ ഇനിയും ഒരു റാലി വരണം. ഇവിടെ നമ്മൾ ഇതിനകത്തൊന്നും വരയ്ക്കാനില്ല. മിഡ് ക്യാപ്പിൽ ഇനി ഒരു റാലി വരണമെന്നുണ്ടെങ്കിൽ 11,798 അല്ലെ 11,800 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ഫർദർ റാലി ഉള്ള പോസിബിലിറ്റി ഉള്ളൂ. 13,250 ഓൾ ടൈം ഹൈ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ ആയി. നിഫ്റ്റിയും പതുക്കെ പറക്കുന്നുണ്ട്. പക്ഷേ മിഡ് ക്യാപ്പ് വേണ്ട പോലെ പെർഫോം ചെയ്യുന്നില്ല. മിഡ് ക്യാപ്പിൽ വേണ്ട പോലെ ഒരു പെർഫോമൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ 11,800 ക്രോസ് ചെയ്ത് അവിടെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിനകത്ത് നമുക്കൊരു ഫർദർ റാലി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക. ഇത് വെച്ചുമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിൽ 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് IT സെക്ടറിലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും കോഫോർജും. ഓക്കെ, ഇവ രണ്ടും IT സെക്ടർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും നെഗറ്റീവിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും മിഡ് ക്യാപ്പിനെ താഴോട്ട് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ച വന്ന HDFC AMCയുടെ റിസൾട്ട് അടിപൊളി റിസൾട്ടായിരുന്നു. അപ്പോൾ അത് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിനെയും കോഫോർജിനെയും HDFC AMC നമ്മൾ കൃത്യമായി വീക്ഷിക്കുക. എന്താണ് അവിടെ ആക്ഷൻ നടക്കുന്നത് നോക്കുക. ഒരു പക്ഷേ ഇത് തമ്മിൽ ന്യൂട്രലായി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, HDFC AMC ന്യൂട്രലായിട്ട് നിൽക്കുകയോ ചെറിയ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും കോഫോർജും വളരെ നെഗറ്റീവായിട്ട് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായി അതിലുള്ള സ്റ്റോക്കുകളെ കൂടെ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിന് ഇറങ്ങി പുറപ്പെടാവൂ. എന്തായാലും ഒരു അപ്സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 11,800 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ ഒരു അപ്സൈഡ് റാലി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കൃത്യമായിട്ട് അപഗ്രഥിക്കുക ഓരോ സ്റ്റോക്കിനെയും, ഓരോ ഇൻഡെക്സിനകത്തിലുള്ള സ്റ്റോക്കുകളെ കൃത്യമായി അതിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാതെ വിജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്ററാണ് വരുന്നത്. എല്ലാവർക്കും
ഈസ്റ്റർ ആശംസകൾ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയുള്ള ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ.